ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ വീഡിയോ. ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ കാണാൻ എനിക്കൊരു കോള് വരുന്നു. വേറെ ആരുമല്ല, സാരംഗായിരുന്നു. എന്താ പരിപാടി ചോദിച്ചു. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു ഇന്ന്. അത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴേ റെഡിയാണ്. കാരണം ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് വന്നപ്പോൾ മുതൽ പറയാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ദൂരെ എങ്ങോട്ടേക്കൊന്നുമില്ല. ആദ്യം അവൻ ചോദിച്ചു സിനിമക്ക് പോകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ. അങ്ങനെ സിനിമക്കാണോ വേറെ എങ്ങോട്ടെങ്കിലും ആണോ എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല. അതിനി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫുള്ള് റെഡിയായി അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനിപ്പോൾ വിളിച്ചു, ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വിളിച്ചിട്ട് ഒരു 4 സിനിമേൻ്റെ പേര് പറഞ്ഞു. അതിൽ 3 പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. 4ാമത് പറഞ്ഞത് ബാലനാണ്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ബാലന് പോകാം, കാരണം അത് നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി സിനിമക്കാണോ പോവുക വേറെ എങ്ങോട്ടാണോ പോകുന്നത് അറിയില്ല, നോക്കട്ടെ. അങ്ങനെ ഗൈസ്, ഇതാ നമ്മുടെ കഥാനായകൻ എത്തിയിരിക്കുന്നു, സാരംഗ് ശംഭു. പറയൂ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യില്ലല്ലോ. യെസ് ഗൈസ്, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേറെ എങ്ങോട്ടും പോയിട്ടില്ല. നമ്മളതെല്ലാം സഡൻ പ്ലാനാണ്. ഇപ്പോൾ അറിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. കാർക്കേരി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്, അദീന. അതിനെ റെഡിയാകുന്നു. അപ്പം നമ്മൾ അദീനൻ്റെ വീടിൻ്റെ മുന്നിൽ അവളെയും കാത്തു നിൽക്കുന്നു. അപ്പം വരുമായിരിക്കും ഗൈസ്. ഇതാണ് അദീന. ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും അറിയില്ല എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. കൂത്തുപറമ്പിന്റെ ഒത്ത നടുക്കത്തിൽ നമ്മൾ തീരുമാനിക്കും എങ്ങോട്ട് പോകണം. തലശ്ശേരി റൂട്ട് പോകണോ കണ്ണൂർ റൂട്ട് പോകണോ? എന്താ കൈസ്, നമ്മളെപ്പോഴും ഇങ്ങനെ. ദുബായ് ആയിരുന്നു നല്ലത്. ദുബായ് ആകുമ്പോൾ പുറത്തിറങ്ങിയ വൈബാണ്. ഒരു വൈബില്ല. ഇന്ന് മഴയില്ല, വെയിലാണ്. സൺഗ്ലാസ് എടുത്തത് നന്നായി. ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി, മഴയായിരിക്കും എന്ന് വെച്ചിട്ട്. ഇങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ കൂത്തുപറമ്പിൽ എത്തുന്നതായിരിക്കും. പറയൂ ഗൈസ്, അതിനെ പറയൂ എങ്ങോട്ട് പോകും പറയൂ. പറ്റിച്ചോണ്ട് നമുക്ക് കായും കോയി തിന്നാൻ പോയാലോ? റൂട്ടിൽ രാവിലെ തന്നെ കായും കോയും തിന്നാനൊരു നമ്മള് കൂത്തുപറമ്പെത്തി. പേരാവൂർ റോഡെ തിരിച്ച് നമ്മള് പിന്നെയും പോട്ടെ. ഇത് വെയിലാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നു. തലശ്ശേരി വഴി കണ്ണൂർ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം ആദ്യം തലശ്ശേരി പ്രജയേട്ടൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചാൽ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇപ്പോൾ കൂത്തുപറമ്പിൽ എത്തിയപ്പോഴാണ് ആ ഒരു പ്ലാൻ വന്നത്. അപ്പം ആദ്യം അങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ്, അതിനൊക്കെ ഒന്നും അറിയില്ല ഗൈസ്. ഈ നാടിനെ പറ്റിയിട്ട് എവിടെയാ പോകേണ്ടതൊന്നും അറിഞ്ഞൂടാ. നല്ല സ്ഥലം. മാവൻ വേറെ ഇടും. രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മഴയായിരിക്കും. അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ്, നല്ല വെയിലാണ്. ഇത്ര വെയിൽ വേണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുടയിൽ എടുത്തിട്ടാണ് വന്നത്. സാരമില്ല, ഇത് നമ്മുടെ വെയിലത്തിറങ്ങുമ്പോൾ കുട എടുക്കണം. അങ്ങനെ ഞങ്ങൾ കൂത്തുപറമ്പിൽ നിന്ന് വന്ന് തലശ്ശേരി വഴി കണ്ണൂരെത്തി. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് അതിനാ? ഇവിടെ തന്നെ ചിരിക്കുന്നേ. നമുക്ക് നാളെ കേസ് നാണം. കൊല്ലങ്ങളായി പെറ്റ് സ്റ്റേഷനിൽ പോകാൻ എന്തേ വരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ ഇന്ന് ഞങ്ങൾ പകുതിക്കെത്തിയപ്പോൾ പ്ലാൻ ചെയ്തു പെറ്റ് സ്റ്റേഷനിൽ പോകാമെന്ന്. ഇപ്പം ഞങ്ങൾ എപ്പോഴെത്തിയ നമ്മൾ താഴെ ചൊവ്വ എത്തിയിട്ടുള്ളൂ. വരുന്ന വഴി സംഭവബഹുലമായ പല കാര്യങ്ങളും നടന്നു. എന്താ ചെയ്യുക, കറക്റ്റ് കാര്യമില്ല. എന്താ പറയുക, ഗൈസ് റോഡ് തെറ്റിപ്പോയി ഗൈസ്. നമ്മള് ഏതോ പുഴവക്കത്തെത്തി. ചെറുതായിട്ടൊന്ന് വഴിതെറ്റി, വളരെ ചെറുതായിട്ട്. എന്നിട്ട് എത്തിയത് ഇവിടെ.
എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. വഴി തെറ്റിയടുത്ത് നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയുള്ളൂ. ഒരു റോഡ് കയറേണ്ടത്, ആ റോഡ് കയറാണ്ട് നമ്മൾ മുന്നോട്ട് വന്നു. നമ്മൾ പുഴവക്കത്തെത്തി. എന്തായാലും നല്ല സ്ഥലം. അവിടുന്ന് ബോട്ടുണ്ട് പറശ്ശിനിക്കടവിലേക്ക്, മാട്ടൂരിലേക്കുണ്ട്. പക്ഷെ ഇപ്പം ഇല്ല, എല്ലാം കാറും പിടിച്ചിട്ട് പോട്ട് പോയി. വളപട്ടണം പുഴ. നാടൻ ചോറും പൊരിച്ച മീനും കിട്ടുന്ന ഒരു ലഞ്ച് സ്പോട്ട് തപ്പി നടക്കുകയാണ് ഞങ്ങളിപ്പോൾ. എന്നിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകാൻ വെച്ചു. അപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചേട്ടൻ. നമ്മൾ തപ്പി നടക്കുന്ന അത് അമ്പലത്തിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞമ്പലമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട് എന്നാ പറഞ്ഞേ. ഇത് വലിയ അമ്പലം, ഇനി കുഞ്ഞമ്പലം വേണ്ടേ? ചോറ് തിന്നാ മധുരം കഴിക്കണം എന്നാണ് പോലും. അതുകൊണ്ട് ശാരെങ്കിൽ ഇത് മേടിച്ചു. തേങ്ങ മിഠായി. ദൃശ്യ മനോഹാരിത നിറഞ്ഞ വഴികളിലൂടെ നമ്മളിതാ മുന്നോട്ടേക്ക് പോകുന്നു. വഴിതെറ്റി തെറ്റാൻ വഴിയില്ലാത്ത അവസ്ഥയായി. പിന്നെ അണ്ണൻ കൂടി ഉള്ളത് കൊണ്ട് പേടിക്കാനില്ല. എങ്ക അണ്ണേ ബാക്കി പാടാൻ ബാക്കി എനിക്ക് കൂടാ. വെറും 5 കിലോമീറ്റർ മാത്രം നമ്മൾ എത്താറായിരിക്കുന്നു. കുറെ വഴി തെറ്റിയെങ്കിലും അവസാനം നമ്മൾ ലക്ഷ്യത്തിലെത്താൻ പോകുന്നു. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു ഗായ്സ്. നല്ല ഫ്രെയിം. പിന്നെ ഒരാൾക്ക് നോർമൽ എൻട്രി 150ഉം നോർമൽ എൻട്രി ടിക്കറ്റ് റേറ്റ് 150ഉം പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിഷിനെ ഫീഡ് ചെയ്യാനും പിന്നെ ഏതെങ്കിലും ഒരു പെറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും വേണ്ടി 200 റുപ്പീസും ആയിരുന്നു. ഞങ്ങൾ 2 നോർമൽ ടിക്കറ്റും ഒരു 200 റുപ്പീസ് ടിക്കറ്റും എടുക്കാന്ന് വെച്ചു. ഞാൻ എന്തായാലും ഒന്നിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സാരംഗ് ഇതിന് മുന്നേ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് ഓനും പറഞ്ഞു എനിക്കും വേണ്ട, എനിക്ക് നോർമൽ ടിക്കറ്റ് മതിയെന്ന്. അവിടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കണ്ടതാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു പക്ഷീനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ രണ്ടുപേരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ പേര് അംബ്രല്ല കൊക്കാട്ടു എന്നാണ്. അതിൻ്റെ പേര് പോലെ തന്നെ കണ്ടു, അതിങ്ങനെ കൊക്കു ആട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ആഫ്രിക്കൻ ലംബക്കി. ഒരുപാട് തരം പക്ഷികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്നാണെങ്കിൽ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടത്തെ ഇപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. വലിയ തിരക്കല്ല, ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു. ഈ 2 കുഞ്ഞി പശുവിനെ കാണാൻ എന്ത് രസമായിരുന്നെന്നറിയാം. ചേട്ടന് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കുഞ്ഞി പശുവിനെ. ഈ ഒരു പെറ്റ് സ്റ്റേഷൻ വരുന്നത് കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാട്ടൂല് സെൻട്രൽ ബീച്ചിന്റെ അടുത്താണ്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണി അങ്ങാനായപ്പോഴാണ് തോന്നി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കണം. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറെ പേര് പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് ഫോട്ടോയിൽ എടുക്കുന്നുണ്ടായിരുന്നു. കിഡ്സിനെയും കൊണ്ട് വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമായത്. പലതരത്തിലുള്ള ബേർഡ്സ്, ആനിമൽസ്, മീനുണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പല ക്രിയേച്ചേഴ്സിനെയും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ സ്ഥലത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ്. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് ഫിഷിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് കുറച്ച് കൈ ലോങ്ങായിട്ട് നല്ല താത്തിട്ട് വായ മാത്രം മുട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തരണോ? ആ കൊടുത്തോ. എൻ്റെ അമ്മോ, അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിച്ച് പണ്ടാരടങ്ങിപ്പോയി. അമ്മ അതിലൊരു സൗണ്ടായിരുന്നു അത് തുള്ളിയപ്പോ. ഇത് അദീന, ഇത് അതിനെൻ്റെ ഫ്രണ്ട് മുദീന. ഇതാണ് എല്ലാവരും ഉറങ്ങണം. പിന്നാമ്പുറം കാണിച്ച പ്രതിഷേധമാണ് കേസ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് എത്തുന്നത് ഇങ്ങനെ ഒരു വലിയ സ്റ്റോറിലേക്കാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഐസ്ക്രീം വാങ്ങാൻ നിന്നു. ഞാനൊരു കോട്ടൺ ക്യാൻഡിയും അദീന ബ്ലൂബെറിയും സാരംഗും കോട്ടൺ ക്യാൻഡി എങ്ങനെ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത പരിപാടി ഇനി ഐസ്ക്രീമും തിന്നുകൊണ്ട് ബീച്ചിൽ പോയി കാറ്റ് കൊള്ളാൻ നല്ലതാണ്. ഭാഗ്യത്തിന് എന്തോ നല്ല വെയിലും ഇല്ല മഴയും ഇല്ലായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഇത് കേട്ടോ. ഇവിടെ കുറേ കുഞ്ഞി കുഞ്ഞി കഫേസ് ഒക്കെ ഉണ്ട്. പിന്നെ ബീച്ച് വ്യൂവും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അവിടെ എത്തിയപ്പോൾ സാരംഗിന് പട്ടം വറുത്തണം എന്നിട്ട് ഞങ്ങളൊരു പട്ടമൊക്കെ വാങ്ങി. ചെറുതായിട്ടൊന്ന് കടലിൽ നമസ്കരിച്ചതാ. ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടില്ല. അങ്ങനെ പട്ടമൊക്കെ പറത്തി ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അതേ തിരിച്ചു പോവാണ്. കുറച്ചധികം തന്നെ ദൂരമുണ്ട് ഇവിടുന്ന്.
സാരംഗ ശംഭു സ സാ ആരാ പടം മൂന്ന് സാ അദീന സാ സെമ്പകമേ ചെമ്പകമേ. അമ്മ ഇരിക്കുന്ന ആദ്യമൊക്കെ പാട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാടുന്നു. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ഹായ് സുന്ദരി താലിമംഗലം. അടുത്തത് സാരംഗില്ല. ലാലി 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 ലാലിലേലോ. ബാക്കി ആരാ പാടുക? ഇത് മാമ്പഴത്തിനോട് മാമ്പഴം മാമ്പഴം മാവല്ലേ മാമ്പഴം. അപ്പൊ മായല്ലേ വരുവാ? മന്ദാരച്ചെപ്പുണ്ടോ കാണിക്ക് കല്ലുണ്ടോ അങ്ങനെ അതേ പാട്ടെല്ലാം പാടി ഞങ്ങളതേ തിരിച്ച് നാട്ടിലെത്തി. ഒരു തട്ടുകടയിൽ കയറി ഉപ്മാവും കട്ടൻ ചായയും കാപ്പിയും മക്രോണൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.